ഹായ്. ജീവയെയും അപർണ തോമസിനെയൊക്കെ അറിയാത്ത ആളുകൾ ചുരുക്കം പേര് മാത്രമായിരിക്കും. ഈ ഇടയ്ക്കും അപർണയെക്കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. കാരണം ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒരുപാട് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു തരത്തിൽ അത്രയധികം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇതൊക്കെയും അവരൊക്കെയും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണോ ഇതൊക്കെ പറയുന്നത്? അല്ലാതെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇവരെന്തെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ഫേസിൽ വേറെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിലാണ് അവർ ഇത് ഇട്ട് കാണിക്കുന്നത്. അങ്ങനത്തെ തരത്തിലൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജീവയെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവരുടെ മാരേജും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ രണ്ടുപേരും ഒരുപോലെ വന്ന് തിളങ്ങി നിന്ന സ്റ്റാറുകളായിരുന്നു. അവരുടെ ജീവിതമൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്തൊരു നല്ലൊരു ഹാപ്പി ലൈഫാണ് ഇവർക്കുള്ളത്. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ മുമ്പ് കാണുന്ന സമയത്ത് അതിശയം തോന്നാറുണ്ട് ഇവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും. അത്രയ്ക്കും അത്ഭുതം തോന്നിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര അസൂയ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള രീതികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനൊരു വാർത്തകളൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. രണ്ടുപേരും ഡിവോഴ്സായോ അല്ലെങ്കിൽ വീഡിയോസിൽ കാണുന്നില്ല. അപർണയുടെ പറയാറുണ്ട് എന്താ ജീവയെ കാണാറില്ല എന്ന തലത്തിലൊക്കെ അപർണയ്ക്ക് കമൻസുകൾ പോകാറുണ്ട്. ജീവയുടെ സൈഡിലും അങ്ങനെ തന്നെയാണ്, എന്താ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഡിയോ ചെയ്യാത്തത്, അങ്ങനത്തെ തരത്തിലൊക്കെയും കമൻസുകൾ അല്ലെങ്കിൽ ഷോർട്സ് റീൽസിലൊക്കെയും വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരും ഒഫീഷ്യലി ആയിട്ട് അവർ ഡിവോഴ്സായി എന്നുള്ള തരത്തിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ടും പോസ്റ്റായിട്ടൊക്കെ രണ്ടുപേരെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അവർ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ എന്താണ് മലയാളത്തിൽ അത് മീനിങ് വരുന്നത് എന്ന രീതിക്ക് അത് ഞാൻ വായിച്ചു പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ജീവയുടെ പോസ്റ്റ് നോക്കാം. ഹായ് എല്ലാവർക്കും. എളുപ്പമുള്ള ഒരു കാര്യമല്ല പങ്കുവയ്ക്കുന്നത്, എങ്കിലും എന്നിൽ നിന്ന് നേരിട്ട് തന്നെ നിങ്ങൾ ഇതറിയണം എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ കരിയറിലും സന്തോഷത്തിലും ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളിലുമെല്ലാം നിങ്ങൾ എൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നു. നിങ്ങളിൽ പലരും ഞങ്ങളെ ഒരു ദമ്പതികളായി ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഞങ്ങൾ അല്ല, വെറും ജീവയും അപർണയും മാത്രമാണ്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ എന്തോ തെറ്റുപറ്റി. ഇനി ഇത് മുന്നോട്ട് പോകില്ലെന്ന സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരുവർക്കും വ്യത്യസ്ത വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിന് പിന്നിലെ കാരണം തികച്ചും വ്യക്തിപരമാണ്. ഞങ്ങൾ എടുത്തതുപോലെ തന്നെ മുതിർന്ന രീതിയിൽ നിങ്ങളും ഈ തീരുമാനത്തെ കാണുമെന്ന് കരുതുന്നു. ഇത് പൂർണ്ണമായും ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനാൽ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പറയാറുള്ളത് പോലെ നടന്നതെല്ലാം നല്ലതിന് എന്ന് ഞാൻ ആശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്നാണ് ജീവ ഇട്ടിട്ടുള്ളത്. ഇനി അപർണയുടേത് നോക്കാം. നിങ്ങളിൽ പലരും എന്നിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതെ, വിവാഹബന്ധം അവസാനിച്ചു. അത് മുന്നോട്ട് പോയില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഇനി തുടരാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. ഇതൊരു എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഇത് നല്ലതാണെന്ന് ഞാൻ ആശ്വസിക്കുന്നു. എന്നാൽ എനിക്കായി ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു ഇത്. ഇന്ന് ഞാൻ തികച്ചും സമാധാനത്തിലാണെന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഞാൻ സന്തോഷവതിയാണ്. സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു. കൂടാതെ വളരെ കാലത്തിന് ശേഷം എൻ്റെ മനസ്സിന് വലിയൊരു ഭാരം കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു. ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമായതിനാൽ എന്താണ് സംഭവിച്ചതെന്നോ വ്യക്തമാക്കാനോ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മുന്നോട്ട് പോകാനും സമാധാനത്തോടെ ജീവിക്കാനും മാത്രമേ ആഗ്രഹമുള്ളൂ. ദയവായി ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുകയും ആ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക. അതുമാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അപർണ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാതെ അല്ലെങ്കിൽ ചെളിവാരി എറിയാതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പേര് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോകുമ്പോൾ അവൻ്റെ ഭാഗത്താണ് കുറ്റം. അവൻ ഇങ്ങനെ ചെയ്തു, ഇവൾ അങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് അവർ പരസ്പരം
ഒത്തൊരുമിച്ച് അവർ അത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിന് നമ്മൾ മാനിക്കുക തന്നെ വേണം. എന്തായാലും നല്ലൊരു തീരുമാനമാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ കപ്പിൾസ് അല്ലെങ്കിൽ ഭയങ്കര റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ, അപ്പോൾ അവരൊക്കെയും റീൽസും വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലരും ചിന്തിക്കാറുണ്ട്, നമ്മളും ജീവിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതവും ഇതുപോലെയാകും എന്ന് കരുതി ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാത്ത പിള്ളേർ അതുപോലെ ചിന്തിക്കാറുണ്ട്. നമുക്കിങ്ങനെയൊക്കെ ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെയും ഒരു ക്യാമറയ്ക്ക് മുന്നിലാണ്. ഇവരുടെ ക്യാമറ കൊണ്ടുവയ്ക്കുന്നതും അവരാണ്, ഇതിന് പിന്നിൽ നിന്ന് ചെയ്യുന്നതും ആൾക്കാർ കാണാൻ വേണ്ടിയാണ്. അതല്ലാതെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് അവിടെ തുറന്ന് കാണിക്കുന്നില്ല. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും, ഞാനൊക്കെ അടക്കമുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്, കാരണം അതായിരിക്കും, അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതം സമാധാനം, സന്തോഷം, പണമുണ്ട്, ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നുണ്ട്, ഓരോ സാധനങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുന്നു, നല്ല രീതിയിൽ നടക്കുന്നു എന്നൊക്കെ ഞാനടക്കം എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതല്ല ജീവിതം എന്ന് പറയുന്നത്. അതെല്ലാം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഓരോ പ്രഹസനങ്ങൾ മാത്രമാണ്. നമ്മൾ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. അപ്പോൾ ആരുടെ ജീവിതങ്ങൾ കണ്ടും നമ്മൾ പഠിക്കരുത്. നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ചെയ്തു വളർന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുള്ളൂ. അതുകൊണ്ട് ആരുടെ ജീവിതവും അല്ലെങ്കിൽ ഒരു വ്ളോഗർമാരുടെയും ഒരു റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോസ് കണ്ടിട്ടോ നിങ്ങൾ ആരുടെ ജീവിതം പോലും ജീവിക്കാനെന്ന രീതിക്ക് അവർ ഇന്നതുപോലെ ജീവിക്കുന്നു, എനിക്കതുപോലെ ആവണം എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നല്ല രീതിയിൽ പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുക. ആരെ കണ്ട് ഒന്നും ആവാൻ ശ്രമിക്കരുത്. ആരുടെ ജീവിതവും കൊണ്ട് നമ്മൾ അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കരുത്. ഓരോ ജീവിതങ്ങളും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഒരുപോലെ ഉള്ളവരല്ല. അവർ ക്യാമറയ്ക്ക് മുന്നിൽ കാണുമ്പോലെ അല്ല ക്യാമറയ്ക്ക് പിന്നിൽ കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്നവരായിരിക്കും. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മുട്ടനടിയായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിതം. അത് നമുക്കറിയില്ല അവരുടെ നല്ല വശങ്ങൾ. ഇത് നമ്മളായാലും നമ്മുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല വശങ്ങൾ മാത്രമല്ലേ നമ്മൾ കാണിക്കുള്ളൂ. നമ്മുടെ മോശം വശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മോശം ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഒരിക്കലും ആരുടെയും മോശവശങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറേ ഇല്ല. അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും ജീവിക്കുക. ഇവരുടെ ജീവിതം മാത്രമല്ല ഒരുപാട് പേരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വിവാഹം തെറ്റെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആ ഒരു തരത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്. വിവാഹം കഴിക്കുക, മനസ്സിലാക്കി പരസ്പര ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒന്ന് ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. രണ്ടുപേരെയും മനസ്സിലാക്കുക. രണ്ടുപേർക്കും മനസ്സുണ്ട്, രണ്ടുപേർക്കും ആഗ്രഹങ്ങളുണ്ട്, രണ്ടുപേർക്കും ഇഷ്ടങ്ങളുണ്ട്, രണ്ടുപേർക്കും സ്വാതന്ത്ര്യങ്ങളുണ്ട്. എന്നാൽ അത് രണ്ടുപേരും അംഗീകരിക്കുകയും വേണം, രണ്ടുപേരും ഒത്തൊരുമിച്ച് ജീവിക്കുകയും വേണം. അതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ.